കുറേയൊക്കെ നമുക്കിന്ന് ഞാൻ ഡീക്ലട്ടർ ചെയ്യാൻ പോവാണ്. കുറേ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവരുണ്ടാവില്ലേ, അവർക്ക് കൊടുക്കാൻ. അപ്പം നീ കെട്ടണ പുടവയെല്ലാം കൊടുക്കൃതിക്ക് നീ കയറുന്നെന്ന് ചോദിക്കരുത് കേട്ടോ. ഇതിപ്പോൾ ഈ പണ്ട് ചെട്ടിയമ്മമാർ വലിയ സാരിയും കൊണ്ട് പണ്ട് അമ്മ ഇങ്ങനെ സാരികൾ എടുക്കുവേ. അമ്മയ്ക്ക് സാരികൾ എന്ന് വെച്ചാൽ ഇത് ഞാനിങ്ങനെ ഒരു രൂപ നമസ്കാരം, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. ഇന്നെന്താ ചെയ്യാൻ പോണെന്നറിയോ, ഞാൻ എൻ്റെ സാരീസൊക്കെ കുറേയൊക്കെ കൊടുക്കാന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ കുറേ സാരികൾ ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ സാരി എന്നല്ല ഏത് ഡ്രസ്സായാലും ഇങ്ങനെ സാരി പറഞ്ഞോട്ടെ ഓക്കെ, സാരി എന്നല്ല ഏത് ഡ്രസ്സായി കഴിഞ്ഞാലും ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോൾ കൊടുക്കട്ടെ. എനിക്കിങ്ങനെ കുറേ ഡ്രസ്സുകൾ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു അസ്വസ്ഥതയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ കുറച്ച് സാരികളൊക്കെ കാണിക്കാം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് റിസൾട്ടിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ഞാൻ വിചാരിക്കും കമൻറ്റ് വരും അതിനെന്തെങ്കിലുമൊക്കെ ആയിരിക്കും വിചാരിക്കും. പക്ഷെ നിങ്ങൾ എപ്പോഴും എന്താ ചോദിക്കുക, ഈ സാരി എവിടെ നിന്ന് എടുത്ത്, ഈ സാരി എവിടെ നിന്ന്, സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് എടുത്തതെന്നൊന്നും ഓർമ്മയുണ്ടാവില്ല. കുറേ സാരികൾ ഇങ്ങനെ ഷൂട്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ അതിന് വേണ്ടിയിട്ട് തന്നെ, കൂടുതലും ചാനലിന് വേണ്ടി തന്നെയാണ്. പിന്നെ ഞാൻ അസലൊരു സാരി ലവറാണ്, അതുകൊണ്ട് കുറേ സാരീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ നമുക്കിതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ ഇന്നൊന്ന് ഒതുക്കി, ഷൂട്ടിൻ്റെ ഭാഗമായതോടെ ഒന്ന് വൃത്തിയായിട്ട് ഒതുക്കിയിട്ടുണ്ട്. ഇങ്ങനെ വെച്ചപ്പോൾ കുറേ സ്പേസ് ഉണ്ട്, പക്ഷേ നമുക്ക് കുറേയൊക്കെ കൊടുക്കണം. അപ്പം ഇന്ന് എൻ്റെ സാരി വിശേഷങ്ങളും മറ്റ് വേറെ കുറച്ച് ഒരു ധൂമം പോയിക്കാണ് ഒരു വീഡിയോ ഒക്കെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് എൻ്റെ എന്താ പറയുക സാരികളൊക്കെ എടുത്ത് നമുക്ക് കാണാം, കുറേയൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ കുറേയൊക്കെ കൊടുത്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവണത്, കുറച്ചും കൂടെ ഒരു ഓപ്പൺ ആവണതല്ലേ, ഇനിയും സാരി വെക്കാനുള്ള സ്പേസ് ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിലിപ്പോൾ ഞാൻ ഉടുക്കാത്ത സാരികളുണ്ട്, ഒരു വർഷത്തിൽ കൂടുതലായിട്ട് ഉടുക്കാണ്ട് വെച്ചിരിക്കുന്ന സാരികളുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് സാരികളുണ്ട്. അപ്പോൾ എന്താ പറയുക, കഴിഞ്ഞ ദിവസം ഒതുക്കിയപ്പോഴടുത്തേക്ക് ഞാൻ കുറേ സാരി ഒന്നും എടുത്തിട്ടില്ല. കുറേ സാരി എനിക്ക് ആവശ്യമില്ലാത്ത സാരികൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം ചില സമയത്ത് അലമാരി തുറക്കുമ്പോൾ എല്ലാവരും പറയും അയ്യോ ഒന്നും എടുക്കാനില്ല. പിന്നെ നോക്കുമ്പോൾ കൈ കൊണ്ട് ഇതിനുള്ള സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇനിയും സാരി ഉണ്ട്, സാരി കുറേ തേക്കാൻ അയൺ ചെയ്യാൻ പോയിട്ടുണ്ട്. ഞാൻ ആലോചിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു സാരി നിങ്ങൾ ചിലപ്പോൾ 1-2 വീഡിയോയിലേക്ക് കണ്ടിട്ടുള്ളൂ. അത്രയും വീഡിയോസും അത്രയും സാരീസും ഞാൻ ഓരോന്നിനും എടുത്തു വെച്ചാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയുള്ള സാരിയാണ് തോന്നിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കോട്ടൻ്റെ സാരിയാണ് ഇതൊക്കെ. ഞാൻ ഇവിടെ നിന്ന് എടുത്തത്, ഇത് തൃശ്ശൂർ അയ്യർ എന്ന് പറഞ്ഞിട്ട് അമ്മ പണ്ട് തുടങ്ങി നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളൊരു ഷോപ്പാണ്. അവിടെ നിന്നാണ് എടുത്തട്ടോ ഈ സാരിയൊക്കെ. ഇത് ഈ പമ്പാടിക്ക് പാവാടയോ എന്തെങ്കിലുമൊക്കെ വെട്ടിയടിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയാണ് കേട്ടോ. അങ്ങനെ കുറേ ഉണ്ട് എടുത്തെടുത്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഹെന്നയുടെ വീഡിയോയിലോ എപ്പോഴൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്ന സാരിയാണ്. ഇതെനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപകാരമില്ലാത്ത ഒരുപാട് സാരികളുണ്ട്. അങ്ങനെയുള്ള സാരികളുണ്ട് എൻ്റെ കയ്യിൽ കേട്ടോ. ഇങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ദീപക്കന്? ഓക്കെ പറഞ്ഞോട്ടെ. ഇതൊക്കെ കൂടുതൽ സാരികൾ ഞാൻ എടുക്കുള്ളൂ. എനിക്കിങ്ങനെ തൊട്ട് നോക്കി ഒക്കെ എടുക്കണം. തൊട്ട് നോക്കാതെ ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ള കുറേ സാരികളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ശരിക്കും മണ്ടത്തരാണ് കേട്ടോ അതൊക്കെ ചെയ്ത് വെച്ചിരിക്കണം. കാരണം പാക്ക പോളിസ്റ്റർ ആയിരിക്കും. എനിക്ക് പോളിസ്റ്ററൊന്നും ഒരുപാട് നേരം ഉടുക്കാൻ തന്നെ പറ്റില്ല. ഇതൊക്കെ അങ്ങനെ വന്നിട്ടുള്ള സാരി കാണാൻ നല്ല ഭംഗിയാണ്, സാരി നല്ല ഉടുക്കുമ്പോൾ നല്ല രസമാണ്. പക്ഷെ ഭയങ്കര ചൂട്. പോളി കോട്ടൺ അല്ലെങ്കിൽ പോളിസ്റ്ററൊക്കെ വരുമ്പോൾ അങ്ങനെയാണ്. ഇതും അതെ, ഇതിങ്ങനെ ഒരു തവണ കൊടുത്തിട്ടുള്ളൂ. നല്ല ഭംഗിയാണ്, പക്ഷേ ഭയങ്കര ചൂടുള്ള സാരിയാണ് കേട്ടോ. എനിക്കങ്ങനെ ഇന്ന കളറൊന്നുമില്ല, പക്ഷെ കൂടുതലും ഞാൻ ഡാർക്ക് ഇത് പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ പ്രൈസ് ടാഗ് തന്നെ പോയിട്ടോന്ന് അറിയില്ല. എത്രയോ വർഷം മുൻപത്തെ സാരിയാണ്, എത്രയോ വർഷം മുൻപത്തെ. ഞാൻ ഉടുത്തിട്ടേ ഇല്ല കണ്ടോ, അങ്ങനെ തന്നെ എടുത്ത് വെച്ചിരിക്കണതാ. കാരണം ഇതിങ്ങനെ മടങ്ങി അവിടെ ഇരിക്കും. ചില സാരികൾ എനിക്ക് അങ്ങനെയുണ്ട്, അവിടെ ഇരിക്കും, അത് ഇടുകയില്ല, കാണും മടക്കി വെക്കും. ഡിക്ലട്ടർ ചെയ്യാൻ നോക്കുമ്പോൾ അതെടുക്കും, അത് ആവശ്യമാണെന്ന് വിചാരിച്ച് തിരിച്ചതിലേക്ക് തന്നെ വെക്കും. അങ്ങനെയുള്ള കുറേ സാരീസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ കൂടുതലും എനിക്ക് തോന്നുന്നു തൃശ്ശൂർ കല്യാണമൊക്കെയാണ് ഞാൻ കൂടുതലും എടുത്തിട്ടുണ്ടാവുക. പിന്നെ ഇങ്ങനത്തെ കുറച്ച് സാരികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഭയങ്കര ചൂടാണ്. ഞാനാണോ മാഷാണോ എടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. ചില സാരികൾ എൻ്റെ കയ്യിൽ നല്ലത് കിട്ടും, ചില സാരികൾ ഇങ്ങനെ പണി കിട്ടിയിട്ടുള്ള സാരികളുണ്ട്, ഭയങ്കര ചൂടുള്ള സാരി. പക്ഷെ നല്ല റേറ്റ് ഉണ്ട് ഇതിനൊക്കെ. പക്ഷേ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് എപ്പോഴും കംഫർട്ടബിൾ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ അതുപോലത്തെ കോട്ടൺ സാരീസാണ് കേട്ടോ. പിന്നെ കുറേ ഉണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാരി ഇവിടെ ഇല്ല, അത് മറ്റേ ഇവിടെ പോയി തേക്കാൻ കൊടുത്തു ഞാൻ. പിന്നെ ഇങ്ങനത്തെ സാരികളൊക്കെ ഉണ്ട്, ബോർഡറൊക്കെ ഉള്ള ഇങ്ങനെയുള്ള ഓറഞ്ച് ഷെയ്ഡിലുള്ള. ഇത് ഒരു വട്ടമൊക്കെ എടുത്തിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ കുറേയൊക്കെ നമുക്കിന്ന് ഞാൻ ഡീക്ലട്ടർ ചെയ്യാൻ പോവാണ്. കുറേ ആരെങ്കിലുമൊക്കെ ആവശ്യമുള്ളവരുണ്ടാവില്ലേ അവർക്ക് കൊടുക്കാൻ. അപ്പം നീ കെട്ടണ പുടവയെല്ലാം കൊടുക്കരുതിക്ക് നീ കയറുന്നെന്ന് ചോദിക്കരുത് കേട്ടോ. ഇത് എൻ്റെ ഒരു എനിക്ക് നമ്മളിത് എന്താ ചെയ്യുക, പിന്നെ വെറുതെ കളയാനോ അങ്ങനെയൊന്നും പറ്റില്ല. ചിലർ പറയുന്നുണ്ടായിരുന്നു ഇതുപോലത്തെ പട്ട് സാരികളില്ലേ ഇവിടെ ഇതുപോലത്തെ സാരികളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കാശ് കിട്ടും എന്നൊക്കെ പറയുന്നത്. ഞാൻ നോക്കിയിട്ടില്ല, ഞാനൊരു ഇന്നവരെ അങ്ങനെ കൊണ്ട് കൊടുത്ത് കാശ് വാങ്ങിച്ചിട്ടില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാന്ന് വെച്ചാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വൺസ് ഒറ്റ ടൈമിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ലൈഫിൽ ഒരു തവണ കൊടുക്കാൻ പറ്റുന്ന സാരീസാണ് ഇതൊക്കെ കേട്ടോ, പട്ട് സാരികൾ. ഇത് കല്യാണത്തിന് വേണ്ടി എടുത്തതാണ്, പക്ഷെ അന്ന് പോകാനും പറ്റിയില്ല. പിന്നെ കുങ്കുമത്തിൻ്റെ ഒരു വീഡിയോയിലൊന്നും ഞാൻ ഈ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനത്തെ സാരീസൊക്കെ ഞാൻ കൊടുക്കും. എൻ്റെ കല്യാണ സാരി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പട്ടിൻ്റെ നമുക്ക് ഒരു തവണ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, പിന്നെ അത് യൂസ് ഇല്ല. അങ്ങനെ വാങ്ങിച്ചിട്ടുള്ള സാരി, പക്ഷെ അത് കുറവേ ഉള്ളൂ കേട്ടോ. കാരണം ഞാൻ എപ്പോഴും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസ് തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിന്നെ ചില സാരികളൊക്കെ ചീത്തയായി പോയിട്ടുണ്ട്. അത് എന്താ കണ്ടീഷണറോ എന്തോ മുക്കിയപ്പോഴാന്ന് തോന്നുന്നു അത് പോയി. അങ്ങനെയുള്ള സാരികളുണ്ട്. പക്ഷെ അതെന്താ ചെയ്യുക, നല്ല ഭംഗിയുള്ള സാരിയല്ലേ, നല്ല ഭംഗി കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷേ ഇത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സാരികളുണ്ട്. പിന്നെ ഇതൊക്കെ പണി കിട്ടിയിട്ടുള്ള സാരിയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ എൻ്റെ കയ്യിലുള്ള സാരീസൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോക്കിയാൽ എനിക്ക് ഓർമ്മയില്ല. ഗൂഗിളിൽ നിന്ന് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സാരികളൊക്കെ ഉണ്ടാവും. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ചൂടാണ്. എനിക്ക് ഇങ്ങനത്തെ സിൽക്ക് മെറ്റീരിയൽ അല്ലെങ്കിൽ പോളിസ്റ്റർ സാധനങ്ങളൊക്കെ കാണാൻ ഭംഗിയാണ്, പക്ഷെ ഉടുത്ത് കഴിഞ്ഞാൽ എനിക്കൊരു ഉള്ളിൽ കിടന്ന് ഇങ്ങനെ വേവും. അങ്ങനെ സാരി എന്ന് പറയുമ്പോൾ നമ്മുടെ മൊത്തം ഇങ്ങനെ പൊതിഞ്ഞിരിക്കണ ഒരു സാധനമല്ലേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാരികളുണ്ട്. പിന്നെ എല്ലാ സാരിയൊന്നും കാണിക്കാൻ പറ്റില്ല, ഇന്ന് വീഡിയോ മൊത്തം സാരിയുമായിരിക്കും, നമുക്ക് വേറെ ചെയ്യാനുണ്ട്. പിന്നെന്താ, ഇതൊന്നും ഉടുത്തിട്ടേ ഇല്ല. കണ്ണോക്കുക, ഞാൻ ഉടുക്കാത്ത സാരിയാണ്, ഉടുത്തിട്ടേ ഇല്ല. നല്ല കംഫർട്ടാണ്, പക്ഷെ നല്ല കളറാണ്, ഉടുത്തിട്ടേ ഇല്ല. അങ്ങനത്തെ ഒരു സാരിയാണ്. അങ്ങനെയുള്ള സാരീസും ഉണ്ട് കേട്ടോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പം ഞാൻ ആലോചിക്കുക, കുറേയൊക്കെ ഉടുത്തതുണ്ടെങ്കിൽ കുറേയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടാവും, വല്ല സംഘടനകൾ അങ്ങനെ വാങ്ങിക്കുന്നവരുണ്ടാവും, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ആവശ്യക്കാരുണ്ട്. അപ്പം അവർക്ക് അത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ എനിക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സാരിയൊക്കെ എനിക്ക് മനസ്സിലാവും ഇവിടെ കുറേ സാരികൾ വേറെ ഇരിക്കുന്നുണ്ടെന്ന്. എന്തിനാ തോന്നുന്നത്, കുറേയൊക്കെ ഞാൻ വിചാരിക്കും അമ്പാടിക്ക് പട്ടുപാട് അടിക്കാൻ കൊടുത്താലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എത്ര ഉണ്ടായി പട്ടുപാട് അടിക്കണത്. ഇതൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന സാരിയാണ്. ഇതൊക്കെ കോട്ടനൊക്കെ ഇതൊക്കെ കല്യാണത്തിന് അടുത്തെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കല്യാണം എന്നാണ്. ഓൺലൈനിൽ എടുക്കുന്നത് വളരെ കുറവ്. പക്ഷെ എന്താണെന്നറിയോ, എൻ്റെ എല്ലാ സാരിയിലും എന്തെങ്കിലുമൊക്കെ കറയോ എന്തെങ്കിലുമൊക്കെ പിടിപ്പിക്കും. കാരണം നമ്മൾ ഈ കൺമഷി, എണ്ണ, കുങ്കുമം, പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ. അപ്പം നമ്മൾ ഷൂട്ടിന് ഇടുമ്പോൾ അതൊക്കെ ഒരു തവണ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള സാരി നമ്മുടെ ഹോം ടൂറിൻ്റെ സാരിയാണ്. ഞാൻ ഇതേവരെ ആർക്കും കൊടുത്തിട്ടില്ല. മെമ്മറി ഉള്ള സാരിയാണ്. ഈ വീടിൻ്റെ ഹോം ടൂർ ചെയ്തപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന സാരിയാണ് കേട്ടോ. ഇത് ഫെയ്ഡായി കളറൊക്കെ, എന്നാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്, കുറേ ഉണ്ട്. പിന്നെ ചോദിക്കാറുണ്ട് റണ്ണിങ് മെറ്റീരിയൽ ആണോ എടുക്കുക. ഞാൻ ഇതൊക്കെ ചുരിദാർ അടിക്കാൻ വേണ്ടി മേടിച്ച് വെച്ചിട്ട് എത്രയോ കാലങ്ങളായി എന്നറിയോ. ഞാൻ എനിക്കിപ്പോൾ കണ്ടപ്പോഴാണ് ഞാൻ എന്ത് മണ്ടത്ര കാച്ചിട്ട് ഇത് ചുരിദാർ എടുക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചേക്കണതായിരുന്നു. പിന്നെ സാരിക്ക് മുറിച്ച് മേടിക്കും. സാരിക്ക് മുറിച്ച് മേടിച്ചപ്പോൾ പറ്റിയ അബദ്ധം എന്താ വെച്ചാൽ ഭയങ്കര ഹെവിയാണ്. പക്ഷേ ഇങ്ങനത്തെ സാരിയൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടുത്തിട്ടുണ്ട്, മുറിച്ച് മേടിച്ചേക്കണം. അതും എനിക്കിഷ്ടമാണ്. അതൊരു പ്രത്യേകതയാണ്. കാരണം സാധാരണ വരുന്ന സാരീനേക്കാളും നമ്മൾ കട്ട് പീസായിട്ട് സാരിയായിട്ട് മേടിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ അങ്ങനെ കാണാൻ. അങ്ങനത്തെ സാരി, അങ്ങനത്തെ മെറ്റീരിയൽസ് എന്തെങ്കിലും ഉണ്ട്. ഇതൊന്നും വക്കടിച്ചിട്ടൊന്നുമില്ല. ചുരിദാർ അടിക്കണോ, ഇത് 5 മീറ്റർ ഉണ്ട്, 5 മീറ്ററും കൂടുതലുണ്ട്. അങ്ങനെ കൺഫ്യൂഷൻ ഇരിക്കുക. അങ്ങനെയുള്ള, അതായത് ഇത് ഉടുക്കണ്ടേ, ഇതൊക്കെ അലമാരുടെ ഉള്ളിൽ എവിടേക്കോ ഇരിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ എന്ത് ചെയ്യും, മാസത്തിൽ ഒരിക്കലൊക്കെ അങ്ങ് എടുക്കും. അത് എനിക്ക് തോന്നിയ പോലെ ഒക്കെ ഡിക്ലട്ടർ ചെയ്യും, കുറേയൊക്കെ കൊടുക്കും. അങ്ങനെ കുറേ സാരികൾ കൊടുത്തു പോയിട്ടുണ്ട്. ഇതും അതെ, എനിക്ക് ഒരു ഒറ്റയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് ആകെ ചുക്കിച്ചൊളിഞ്ഞ് ചില മെറ്റീരിയൽസ് അങ്ങനെയുണ്ട്, കാണുമ്പോഴത്തെ ഭംഗിയുള്ളൂ. ഇത് ഷോപ്പിന് ഇനോഗ്രേഷന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ആ സാരി. ഇത് ഓൺലൈൻ മേടിച്ചാട്ടോ, പണി കിട്ടിയിട്ടുള്ള സാരിയാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് സാരിയാണിത്. ഇത് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷം. ഇങ്ങനത്തെ എനിക്ക് പ്രത്യേകിച്ച് റെഡ് കോമ്പിനേഷൻ, റെഡ് ഗ്രീന് അങ്ങനത്തെ കോമ്പിനേഷൻസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എപ്പോഴോ വാങ്ങിച്ചിട്ടുള്ള ഇത് കല്യാണം തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല എവിടെ നിന്നാണ്. ഓൺലൈനല്ല, ഓൺലൈനിൽ വാങ്ങിച്ചിട്ട് അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ള സാരികളുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ പണ്ട് ചെട്ടിയമ്മമാർ വലിയ സാരിയും കൊണ്ട്, പണ്ട് അമ്മ ഇങ്ങനെ സാരികൾ എടുക്കുവേ. അമ്മയ്ക്ക് സാരികൾ എന്ന് വെച്ചാൽ ഇത് ഞാനിങ്ങനെ ഒരു രൂപ സാരിയുടെ കൂടെ ഇട്ട് വയ്ക്കുന്നതാണ്. അതങ്ങനെ ഒരു വിശ്വാസത്തിന് വേണ്ടി നാണയം ഇട്ട് വയ്ക്കുന്നത് പോലെ നമ്മളിങ്ങനെ
നമ്മൾ കണ്ടിട്ടില്ലേ, അതുപോലെ ഞാൻ ചെയ്യുന്നതാണ്. അങ്ങനെ ഇട്ട് വെക്കും, സാരിയുടെ ഇടയിൽ എവിടെയെങ്കിലും വെക്കും. പിന്നെ കോട്ടൺ സാരീസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ നല്ല 8ൻ്റെ പണി കിട്ടിയിട്ട് ഉള്ള സാരികളാണ്. ഉടുത്തിട്ടേ ഇല്ല. ഇത് ആർക്കെങ്കിലും കൊടുക്കണം. ആരെങ്കിലും അങ്ങനെയുള്ള സാരി കൊടുക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. എനിക്ക് ഇങ്ങനെ സാരി പറ്റില്ല. പക്ഷെ ഞാൻ എന്തിനാ വാങ്ങിച്ചെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അങ്ങനെയുള്ള സാരി, മഞ്ഞ സാരി. പിന്നെ ഇതൊക്കെ സെറ്റ് മുണ്ടുകൾ എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറേ ഇതൊക്കെ എവിടെ വെക്കപ്പോൾ ഇത് സെറ്റ് മുണ്ടുകൾ. ഞാൻ ഇത് തൊട്ടിട്ടില്ല ഈ സെറ്റ് സാരി. ഇത് ഓരോ കൊല്ലം ഓണത്തിനും വിഷുവിനും ആകുമ്പോൾ ആദ്യം പോയി ഡ്രസ്സ് എടുക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ ഡ്രസ്സ് എടുക്കുന്ന പരിപാടിയില്ല. ഇത് കല്യാണം തന്നെയാണ് കേട്ടോ. അത് ഏത് വർഷമെന്ന് കല്യാണത്തിന് കണ്ട ടാഗ് പോലും പൊട്ടിച്ചിട്ടില്ല. എത്രയോ വർഷമായി എടുത്ത് വെച്ചിട്ട് ഇതിവിടെ എടുത്ത് വെച്ചേക്കാം. എന്നിട്ടും വിഷു ആകുമ്പോൾ ഓണാകുമ്പോൾ ഓണക്കൂടി എടുത്തില്ല, വിഷുവിന് ഡ്രസ്സ് എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പോയി എടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് കുറേ എണ്ണം കൊടുത്തു പോകുമ്പോൾ അറിയൂ ഇങ്ങനെ കുറേ സാരികൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലാവുക. എന്താ ചെയ്യുക, അങ്ങനെയുള്ള സാരികളുണ്ട്. പിന്നെ റിപ്പീറ്റായിട്ട് ഉടുക്കണ സാരികളുണ്ട്. ഇത് എൻ്റെ ഫേവറേറ്റ്. നിങ്ങൾ എപ്പോഴും കണ്ട് മട്ടിയിട്ടുണ്ടാവും ഈ സാരി. ഇത് ഞാൻ മുറിച്ച് മേടിച്ചതാണേ. നമ്മൾ റണ്ണിങ് മെറ്റീരിയലായിട്ട് മുറിച്ച് മേടിച്ചാൽ ഈ ജസ്റ്റ് വക്കടിച്ച് വെച്ചിട്ട്, പക്ഷെ നല്ല ഭംഗിയാണ്. സ്ക്രീനിൽ കാണുമ്പോൾ നല്ല ഒരു ഭംഗിയുള്ള ഒരു സാരിയാണ് കേട്ടോ. കോട്ടൺ ആണ്. കോട്ടൺ എനിക്ക് എൻ്റെ ശരീരത്തോട് ഏറ്റവും പക്കയായിട്ട് എനിക്ക് എപ്പോഴും തോന്നുന്നു കോട്ടൺ സാരി ഉടുക്കുമ്പോൾ. അതിൻ്റെ ഒരു ഭംഗി, ഒരു സുഖമുണ്ട്. മറ്റത്തൊക്കെ ഇങ്ങനെ പുഴുകിയിട്ട് നമുക്ക് നിൽക്കാൻ പോലും പറ്റില്ല. പിന്നെ കുറേ സാരികൾ ഇതൊക്കെ നല്ല ഭംഗിയുള്ള സാരിയാണ്. പക്ഷേ ഇതിങ്ങനെയല്ല, മുന്താണി ആണ് ഇതിങ്ങനെ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ചൂടെടുക്കും. പക്ഷെ നല്ല ഭംഗിയാണ്, ഒതുങ്ങി കിടക്കണ സാരികൾ. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോയിൽ ഇപ്പോൾ സാരീസ് കാണുകയാണെന്നുണ്ടെങ്കിലേ, ഞാനൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ അവരോട് പോയി ചോദിച്ചാൽ ചിലപ്പോൾ റിപ്ലൈ കിട്ടിയെന്നൊന്നും വരില്ല. എനിക്കാണെങ്കിൽ ഈ സാരികൾ എവിടെ നിർത്തിയെന്ന് സത്യം പറഞ്ഞാൽ ഓർമ്മയുണ്ടാവില്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കാം. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതൊക്കെ സൈറ്റിലാണ് ഇങ്ങനത്തെ സാരികളുള്ളതെന്ന് അവൈലബിൾ ആണെന്ന് കാണാൻ പറ്റും. പിന്നെ ഉണ്ട് ഇതും നിങ്ങൾ കുറേ ചോദിച്ചിട്ടുള്ള സാരിയാണ്. ഇത് എവിടെ നിന്ന് എടുത്തത്, ഈ സാരി എവിടെ നിന്ന് എടുത്തത്? ഈ സാരി ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാ. അത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നിങ്ങളെല്ലാം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോക്കൂട്ടോ. എനിക്ക് സത്യം ഒന്നും ഓർമ്മയില്ല. ഞാൻ ഇങ്ങനെ കാണുമ്പോൾ കോട്ടൺ കണ്ട അപ്പം ചാടി വേണ്ടി എടുത്തിട്ടുള്ള സാരി. അത് ബർത്ത്ഡേയുടെ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു സാരി. ഒരുപാട് പേര് സാരി നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാരി. അപ്പം ഇനി ഇതിൽ കുറേ എണ്ണം എനിക്ക് കൊടുക്കാനുണ്ട്. ഇതൊക്കെ ഞാൻ ഒരു തവണയെ ഉടുത്തിട്ടുള്ളൂ. ഒരൊറ്റ തവണ ഉടുത്തിട്ട് മാറ്റി വെച്ചേക്കണ സാരികളുണ്ട് ഇതിൽ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയാണ് പേഴ്സണലി. പക്ഷേ ഉടുത്ത പോലെ ചിലപ്പോൾ കിടക്കില്ല, അങ്ങനത്തെ സാരികളും ഉണ്ട്. പിന്നെ ഇതൊക്കെ ഇതൊന്നും ഉടുത്തിട്ടേ ഇല്ല, ഒരു വട്ടം ഉടുത്തിട്ടുള്ളൂ ഒന്നുമില്ല, എനിക്ക് ഓർമ്മയില്ല. ഇതൊക്കെ ഞാൻ കൊടുക്കും കേട്ടോ. പറ്റാത്ത സാരികളൊക്കെ ഞാൻ കൊടുക്കും. പിന്നെ ഇതും അതെ കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് എൻ്റെ എനിക്ക് ഓർമ്മയില്ല. മുറിച്ച് വാങ്ങിച്ച മെറ്റീരിയലാണ്. ഞാൻ ചുരിദാർ അടിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ ചുരിദാർ അടിക്കാൻ കട്ട് ചെയ്തോണ്ടിരുന്നപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു വേണ്ട, 5 സാരിക്ക് തന്നെ ആക്കിക്കോളാൻ പറഞ്ഞിട്ട് സാരി തന്നെ കറക്റ്റ് ഇതിനോട് കട്ട് ചെയ്ത് വെച്ചേക്കണത്. അങ്ങനത്തെ ഒരു സാരി. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ നല്ല സുഖമായിട്ട് കിടക്കും, പക്ഷെ ചൂടെടുക്കും. അങ്ങനെ പ്രശ്നമുണ്ട്. ഇപ്പോൾ പോളിസ്റ്റർ സാരിക്കൊക്കെ അങ്ങനത്തെ പ്രശ്നമുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് റേറ്റുള്ള സാരികളുണ്ട്. അത് ഞാനിങ്ങനെ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കൺമഷിയുടെ വീഡിയോയിലൊക്കെ എടുത്തിട്ടുള്ള സാരി. പിന്നെ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ മെറ്റീരിയൽ മുറിച്ച് വാങ്ങിച്ചാൽ. ഇത് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള സാരിയായിരുന്നു. ഇത് കോട്ടൺ. ഇത് ഞാൻ ഓർമ്മയില്ല, കല്യാണം തോന്നുന്നു. ഞാൻ പുറത്ത് പോയി എടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് കല്യാണം തന്നെയായിരിക്കും. തൃശ്ശൂർ കല്യാണം, ഇല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് പോയി എടുക്കാറുണ്ട് ചില ഷോപ്പിൽ നിന്ന്. അത് വല്ലപ്പോഴൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോൾ കൊതി വന്നിട്ട് അവിടെ പോയിട്ട് എടുക്കണതാണ്. ഇതും എല്ലാവരും ചോദിച്ച സാരിയാണ്. ഇത് ഓൺലൈനിൽ നിന്ന് എടുത്താണ് കേട്ടോ. ഇത് മടക്കി വെച്ചേക്കണത് ഒരു സുഖമായിട്ടില്ല. പണ്ട് ചാക്കിൽ ഇങ്ങനെ സാരി കൊണ്ടുവരും. അന്നൊന്നും എന്താ പറയുക, ഒരു സാരി എടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് എടുത്തു കഴിഞ്ഞാൽ. ഇന്നിപ്പോൾ നമ്മൾ ആഴ്ചയിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കണം, അതുകൊണ്ട് വാല്യൂ ഇല്ലാണ്ടായി. പക്ഷെ എനിക്ക് ഇതാക്കണ്ട, ഇത് ഞാൻ പറയില്ലേ, കോട്ടൺ സാരി ഉടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് ഭയങ്കര സന്തോഷം. എത്ര കഴിഞ്ഞാലും ഇത് പശ മുക്കിയിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ തളർന്ന് വാടിക്കിടക്കണത്. അങ്ങനത്തെ സാരീസൊക്കെ ഇത് ഓൺലൈനിൽ എടുത്ത് തന്നെയാണ് കേട്ടോ. അത് എനിക്ക് പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെയും ലിങ്കോ കാര്യങ്ങളോ ഒന്നും ഓർമ്മയുണ്ടാവില്ല, പോയി എടുക്കണത് മാത്രമേ ഓർമ്മയുള്ളൂ. അതാണ് ആ പേര് പറഞ്ഞത് കേട്ടോ. പിന്നെ അങ്ങനെ കുറേ സാരികളുണ്ട്, ഇതൊക്കെ കൊടുക്കാനുള്ള സാരികൾ ഞാൻ മാറ്റി വെക്കാനുണ്ട്.
ഇതൊക്കെ കൊടുക്കാനുള്ളതാ, എനിക്ക് കൊടുക്കാൻ പറ്റണില്ല. അങ്ങനത്തെ സാരി ഇത് വാങ്ങിയിട്ട് ഒരു വട്ടം അങ്ങോട്ട് ഉടുത്തുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ സാരികൾ. ഇത് അതേ മുറിച്ച് വാങ്ങിയ സാരിയാണ്. പക്ഷെ എന്താണെന്നറിയോ, ഞാൻ പറയില്ലേ ചൂടെടുക്കും. അങ്ങനെ മണ്ടത്തരങ്ങൾ സാരി ചില സമയത്ത് ഇഷ്ടം കയറുമ്പോൾ ഒരു ചില മണ്ടത്തരങ്ങളൊക്കെ നമ്മൾ ചെയ്യില്ലേ, അങ്ങനെ ചെയ്തിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇത് അതെ അങ്ങനെ മണ്ടത്തരം പറ്റിയ സാരിയാണ്. ഇത് ഞാൻ ഓൺലൈനിൽ കണ്ടപ്പോൾ അടിപൊളിയാണ്. ഉടുത്തിട്ടില്ല ഇന്നേ വരെ. ശരിക്കും ഇത് ഉടുക്കാനൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല ഈ ഒരു സാരി ഇട്ടാ. ചൂടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എന്നാലും നോക്കാം, പറ്റില്ലെങ്കിൽ ഞാൻ കൊടുക്കും അങ്ങനെ. പിന്നെ എല്ലാ സാരികളും ഞാൻ വാഷ് ചെയ്യും നിർബന്ധമായിട്ട്. ചില ആൾക്കാർ പറയും സാരി അങ്ങനെ എപ്പോഴും വാഷ് ചെയ്യണ്ടെന്നൊക്കെ പറയും. ഇതൊന്നും ഉടുത്തിട്ടില്ല കേട്ടോ, കണ്ടാൽ വെറുതെ ഇരിക്കണ കുറേ സാരികളുണ്ട്. ഇതൊക്കെ ഞാൻ എടുത്തത് എപ്പോഴും എടുക്കണ സാരിയാണ്. ഇത് എൻ്റെ കളറിന് ഭയങ്കര സൂട്ടാവണ സാരിയാന്ന് തോന്നുന്നു, മെറൂൺ സാരി. അപ്പം ഞാനിത് എപ്പോഴും എടുക്കും അങ്ങനത്തെ സാരി. ഞാനിപ്പോൾ എന്താ പറഞ്ഞു വന്നേ, എന്താ പറഞ്ഞു വന്നേ, അയ്യോ മറന്നുപോയല്ലോ, ഒക്കെ വലിച്ചു വാരിട്ടു. ഇന്നത്തെ വീഡിയോയിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതും കൂടെ ഈ കാണിൻ്റെ വീഡിയോയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. നമ്മൾ വീട്ടിൽ പുകയ്ക്കണ ധൂമം ഇങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. കാരണം ഇത്രയും ഈ സാരിയുടെ കഥ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വീഡിയോ കുറച്ച് ലെങ്തായി. അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സ്മെല്ലിന് നമ്മുടെ വീട്ടിലും നമ്മുടെ വാർഡ്രോബിൻ്റെ ഉള്ളിലൊക്കെ വെക്കാനൊക്കെ പറ്റുന്ന, നമ്മുടെ സന്ധ്യ ആകുമ്പോൾ നമുക്ക് വിളക്ക് വെച്ചിട്ടോ ഇല്ലെങ്കിൽ വെറുതെയോ നമുക്ക് നല്ലൊരു റൂം ഫ്രഷ്നറാണ്. പിന്നെ അത് മണക്കുമ്പോൾ നല്ലൊരു സുഗന്ധവും പിന്നെ എന്താ പറയുക മനസ്സിനൊരു സന്തോഷമാണ്. അപ്പം അങ്ങനെയുള്ള ധൂമം എങ്ങനെ ഉണ്ടാക്കാമെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ, എൻ്റെ സാരി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. എന്തെങ്കിലുമൊക്കെ കമൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.